കുറച്ചെണ്ണത്തിന് കൂട്ടിയാണ് കാലിക്കറ്റ് പോകാൻ. നമ്മളെ പ്രോ ഡ്രൈവറായ ഷാമിലൂട്ടനുണ്ട് കേട്ടോ. അടുത്താണെങ്കിൽ നമ്മളെ കാസ് വീട്ടനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ചെത്തി നമ്മളെ ഊഴാൻ തുടങ്ങിട്ടോ. അതിലാണ് നമ്മളെ മിർഷാദക്ക് എത്തിയത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചിട്ട് നമ്മളാണെങ്കിൽ പെരുന്ന് ഇറങ്ങിയപ്പോൾ 5:30 കഴിഞ്ഞിട്ട്. അങ്ങനെ എന്തായാലും കോഴിക്കോട് തിരുവനന്തപുരമാണെങ്കിലും ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ എന്തായാലും അവിടുന്ന് നേരെ ലുലുമാൾക്ക് പോയിട്ടോ. അങ്ങനെ വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ടോ. ആ സാധനമാണെങ്കിൽ ഓലൊക്കെ കൂക്കിട്ട് നമ്മള് മാത്രം കൂക്കില്ല. അങ്ങനെ എന്തായാലും അതിന്റെ ഉള്ളിൽ അതിനാണെങ്കിൽ എസ്കലേറ്ററിന്റെ സൈഡിൽ കാലച്ചാണ് ചെരുപ്പ് ചളിയൊക്കെ പോകുമ്പോഴാണ് കാലൊക്കെ പിരാന്തുണ്ട്. അങ്ങനെ എന്തായാലും അവിടെ എത്തിയപ്പോതിന് 7:45 എൻജോയ്ക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിസ്കരിച്ച് പോയി വിചാരിച്ചിട്ടോ. പിന്നെ അതിന്റെ ഉള്ളുകൾ വെറുതെ തെണ്ടെടുക്കലാണെങ്കിൽ ഇവന്റെ കണ്ണാണെങ്കിൽ കിളകുട്ടാളെ മതി തോക്കുമ്പോ. അങ്ങനെ ഫൈനലി നമ്മള് ഷാമിൽ കൂട്ടിന്റെ ഓട്ട്ലീസിന്റെ ഒറിജിനൽ സാധനം കണ്ടെത്തിയിരിക്കുക. അങ്ങനെ എന്തായാലും കുറച്ചേരം അങ്ങനത്തെ സാധനമൊക്കെ നോക്കി. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിനും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡെ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ കൊടുക്കുന്നേ. റിസ്കി ഷോട്ടുകളാ. അങ്ങനെ എന്തായാലും അടുത്ത ആപ്പിളിന്റെ സെക്ഷനിൽ പോയിട്ടോ. അങ്ങനെ എല്ലാവരും ഒക്കെ നോക്കി കളിച്ചിട്ടുണ്ട്. അതിലാണെങ്കിൽ എടുത്ത് കാട്ട് കാണിച്ചിട്ട് ഒക്കെ നമ്മൾ തന്നെ മെയിൻ ആവുന്നുണ്ട്. അതിലാണ് നമ്മളെ മിർഷാദ് കണ്ടമിട്ട് നടക്കുന്നത്. അപ്പുറത്ത് വലിയ പണിയില്ല. വെച്ചിട്ടുണ്ടെങ്കിലോ ഭയങ്കര ഡൗട്ട്സ് കാരണം ചോദിക്കണോ. അപ്പുറത്തെ നമ്മൾ ആശിലുട്ടുണ്ട്. ഇന്നത്തെ സ്പീക്കറിന്റെ സെക്ഷൻ കാണും. അവിടെയാണെങ്കിലോ ജയബേലിന്റെ കിട്ടുന്ന സാധനം ആശിലാണെങ്കിലും അതൊക്കെ ബ്ലൂടൂത്ത് കണ്ടൊക്കെ നോക്കുന്നുണ്ട്. അടുത്ത് മോനെ അതിന് സസ്പെൻഷൻ നോക്കി. അങ്ങനെ എന്തായാലും ഉള്ളിൽ കൂടെ കുറച്ചേരം കറങ്ങി നടത്താണ്ട് പോകുന്നുണ്ടോ. അങ്ങനെ എന്തായാലും അവിടുന്ന് വണ്ടി എടുത്തപ്പോഴാണ് ഒരു കാഴ്ച. മോനെ എന്തൊരു ചൊറുക്കില്ലേ മാഷ. അങ്ങനെ ഹൈവേ കൂടെ വെച്ച് പിടിച്ചിട്ട് തുടങ്ങിട്ടോ. അങ്ങനെ പിന്നെത്തിയത് കാലിക്കറ്റ് ബീച്ചിലാണ്. അങ്ങനെ ഷാമിൽക്ക് എനിക്ക് ചായ ഓട്ടറക്കാൻ പോയി. അയാൾ ഈ കോളിഫ്ലവർ കൊണ്ടുവരും. അങ്ങനെ പിന്നെ ചായയും കൊണ്ടുവന്നിട്ടോ. അങ്ങനെ അത് കുടിച്ചിരുന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ട് കണ്ടുനോക്കി. ഇച്ച് ബെറ്റ എന്തപ്പോ ചെയ്യല്ലേ. വിച്ചിട്ടാണെങ്കിലോ കടൽക്കാർക്കാൻ വേണ്ടി ചായ അടിച്ച് അവരെ കറ്റിരിക്കും. പിന്നെ ബീച്ചിൽ വന്നാൽ എന്തൊക്കെ ഒഴിവാക്കിയാൽ ഈ ഒരു സാധനം ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ കുറച്ചൊരു ഉപ്പിലിട്ടൊന്നും തരുന്നത്. അതിലാണ് പിന്നെ നമ്മള് ഷാമിൽക്ക് ഐസ്ക്രീം കൊണ്ടുവരുന്നുട്ടോ. പിന്നെ അവിടെയാണെങ്കിലും ഒറ്റ കടിക്കാക്ക് മോനെ ഓന്റെ റേഞ്ച് ചെയ്യാം പോവാന്ന് വരുന്നോക്കിയാ. അങ്ങനെ ഇവനെന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ. അങ്ങനെ എന്തായാലും നട്ടപാതിരൊക്കെ ഹൈലൈറ്റ് കയറാൻ. അവിടെയാണെങ്കിലും ഒറ്റ കുട്ടി ഇതെല്ലാം നട്ടപാതിരൊക്കെ ഉള്ളിൽ കയറോ ചാനല്ലേ. എന്തായാലും അവിടെ ഇറങ്ങിട്ടോ. അതിലാണ് മോനെ ഒരു സാധനമാണ്. അങ്ങനെ എന്തായാലും അവിടുന്ന് ഇറങ്ങിട്ടോ. അപ്പോഴാണ് വണ്ടിയുടെ വെച്ചത്. അങ്ങനെ എന്തായാലും അതിൽ നിന്ന് നടന്ന് എത്താത്ത സ്ഥലം കേട്ടോ. അങ്ങനെ എന്തായാലും വീഡിയോ നോക്കി ലാസ്റ്റ് കണ്ടെത്തി. നമ്മളോട് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. എന്തായാലും പാട്ടൊക്കെ കൂടി വൈബാക്കണം. അങ്ങനെ നല്ലൊരു പ്ലേസ് ഉണ്ടോ റീലൊക്കെ എടുത്ത് ഓരോരുത്തരൊക്കെ തട്ടൽ തുടങ്ങിട്ടോ. അങ്ങനെ ആശുപത്രി പോയി. അങ്ങനെ പെരീക്കെത്താനായപ്പോ 3:30 ടൈം. അങ്ങനെ അവിടെ കാത്തിക്കുട്ടനോട് വൈബായി അങ്ങനെ ലാസ്റ്റ് ഷാമിലൂട്ടിന്റെ പെരിക്കാക്കി എടുത്തു. വേറെ ഒന്നുമില്ലല്ലോ. എന്നാ പിന്നെ അടുത്തേ കാണാം.